ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ എന്താണ് ഉണ്ടാക്കണ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് മുട്ട പപ്സ് ഉണ്ടാക്കിയാലെന്ത്. ഇപ്പോൾ ഇവിടെ ആർക്കാലും മുട്ട പപ്സ് ഇഷ്ടമില്ലാത്തത്. പീടികയിലായാലും നമ്മൾ 15 രൂപ അല്ലെങ്കിൽ 20 രൂപ എടുത്താലും മേടിക്കേണ്ട സാധനമാണ് മുട്ട പപ്സ്. അപ്പോൾ ഇനി നിങ്ങൾ വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ മുട്ട പപ്സ് നമ്മൾ ഇന്നാണ് തയ്യാറാക്കാൻ പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റ് ആൻഡ് യമ്മി ആയിട്ടുള്ള ഒരു മുട്ട പപ്സാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. കണ്ടിട്ട് അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് മുട്ട പപ്സ് ഉണ്ടാക്കാൻ തയ്യാറായാൻ പോയാലെന്തോ. അതിന് വേണ്ടിയിട്ട് 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട്, 2 ഓണിയൻ. അങ്ങനെ പിന്നെ ഞാൻ 2 ഓണിയനും കട്ടാക്കി കൊടുക്കുകയാണ്. അതിന് ശേഷം ഈ ഓണിയനെല്ലാം കട്ടാക്കിയതിന് ശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഓണിയൻ ഇട്ടതിന് ശേഷം ഒരു ആവശ്യത്തിനുള്ള ഇത്രയും ഒരു 1/4 സ്പൂണോളം മതിയാകും മഞ്ഞൾപ്പൊടിയും, അതുപോലെ തന്നെ ഒരു 1.5 സ്പൂണോളം മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇതിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക്, നമ്മുടെ ഗ്രീൻ ചില്ലി പേസ്റ്റ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. സോ നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മുടെ നൂഡിൽസ് മസാല നമ്മുടെ കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ നൂഡിൽസ് മസാല ആഡ് ചെയ്യുന്നുള്ളത്. അങ്ങനെ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം പോയതിന് ശേഷം നമുക്ക് മല്ലിയിലയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ എഗ്ഗും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ മസാല റെഡിയാണ്. അതിന് ശേഷം നമ്മുടെ മൈദ മാവ് നമ്മൾ റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ ഇതെന്ന് പറയുന്നത് നമ്മുടെ എത്രയാണ് നമുക്ക് വേണ്ട ഇത്രയും മൈദയും, അതുപോലെ തന്നെ അതിലോട്ട് കുറച്ച് ഉപ്പും, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഒരു കളർഫുള്ളിനും ഭംഗിക്കും അതുപോലെ തന്നെ ഒരു കൂടുതൽ ടേസ്റ്റിനും വേണ്ടിയിട്ട് മല്ലിയിലയും കൂടി ചെറുതായിട്ടൊന്ന് കട്ടാക്കിയതിന് ശേഷം ഇതിലോട്ടിട്ടതിന് ശേഷം ഇതുപോലെ ഒരു ഒരു സോസ് പാനിലോട്ട് തവയിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നുള്ളത്. സോ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു മല്ലിയിലയുടെയും ഭയങ്കര കളർഫുള്ളല്ലേ. എന്നിട്ട് നമ്മുടെ മുട്ടയുടെ മസാല ഫില്ലിങ്സ് വെച്ചതിന് ശേഷം നമ്മളിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എഗ്ഗ് വെച്ചു, ഒരു സൈഡ് മടക്കി, പിന്നെ സൈഡ് മടക്കി, ഈ സൈഡ് മടക്കി, ഈ സൈഡ് മടക്കിയതിന് ശേഷം ഇതുപോലെ അങ്ങനെ ഇതുപോലെ എല്ലാ മസാലയും അതുപോലെ തന്നെ എല്ലാ അപ്പവും കൂടി നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് നമ്മൾ ഒന്ന് അടുക്കി വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഈ ഒരു എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ചെയ്ത് വെച്ച ഈ ഒരു മുട്ട പപ്സ് നമ്മുടെ ഈ ഒരു ഇതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലോട്ടെല്ലാം ജസ്റ്റ് ഇത് അഴന്ന പോലെ നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മറിച്ചിട്ടതിന് ശേഷം ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണ്.
അങ്ങനെ ഇതുപോലെ എല്ലാ മുട്ട പപ്സും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ പിന്നെതാ നമ്മുടെ മുട്ട പപ്സ് റെഡിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ വളരെ എളുപ്പത്തിലും കുറഞ്ഞ ചിലവിലും നമുക്ക് വീട്ടിൽ തന്നെ മുട്ട പപ്സ് തയ്യാറാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ആ ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.